ജയൻ അതേ കയറി നിന്ന് ഈ ഹെലികോപ്റ്ററെ വീണ്ടും ചാടി ആക്ഷൻ കാണിച്ചാൽ മതിയായിരുന്നു. പക്ഷെങ്കിൽ ഈ ജയൻ അതേ ചാടി പിടിച്ചു. ഓരോ ജീവിതവും ഒരു കഥയല്ല. ചില ജീവിതങ്ങൾ കാലം തന്നെ നിശബ്ദമായി എഴുതി വെച്ച രേഖകളാണ്. എന്റെ അഭിനയം അദ്ദേഹത്തിന് വളരെ തൃപ്തിയാകുകയും എന്റെ പേരെന്താണെന്നും എവിടെ വീടെന്നും ഒക്കെ ചോദിച്ചപ്പോൾ തിരുവല്ലയിലെ പുത്തില്ലത്ത് നിന്ന് നാടകവേദിയുടെ വെളിച്ചത്തിലേക്ക് നടന്നു കയറിയ ഒരു മനുഷ്യന്റെ യാത്ര. കൊട്ടാരക്കര ശ്രീധരൻ നായർ സാറിന്റെ സമിതിയിൽ നാടകവേദികളിൽ നിന്ന് മലയാള സിനിമയിലേക്കുള്ള യാത്രയിൽ അനവധി കഥാപാത്രങ്ങൾക്ക് അദ്ദേഹം തന്റെ ശബ്ദവും ശരീരവും ആത്മാവും നൽകി. ഞാനങ്ങനെ തിരുവല്ലായി വന്ന് സൈക്കിൾ എടുത്ത് എൻ്റെ വീട്ടിൽ നിന്ന് സൈക്കിൾ എടുത്ത് ഇഞ്ചി സോമന്റെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം കണ്ടത്തിൽ കൃഷിയിൽ വ്യാപൃതനായിട്ടിരിക്കുകയാണ്. വലിയ കയ്യടികൾക്കപ്പുറം മൗന നിമിഷങ്ങളും കാത്തിരിപ്പുകളും സഹനവും ചേർന്ന ഒരു നീണ്ട ജീവിതം. ഇന്ന് ആദ്യമായി തൻ്റെ ജീവിതം സ്വന്തം വാക്കുകളിൽ പറയുകയാണ് അദ്ദേഹം. ഇതാണ് നാടകവും സിനിമയും ഒരേ ഹൃദയത്തിൽ ജീവിച്ച പുത്തില്ലം ഭാസിയുടെ ജീവിതകഥ. നമസ്കാരം. എൻ്റെ പേര് എൻ ഭാസ്കരൻപിള്ള എന്നാണെങ്കിലും ഞാൻ കലാലോകത്ത് പ്രവേശിച്ചത് പിന്നെ എന്നെ പുത്തില്ലം ഭാസി എന്നാണ് അറിയപ്പെടുന്നത്. പുത്തില്ലം എന്നുള്ളത് എൻ്റെ വീട്ടുപേരാണ്. എൻ്റെ കലാലയ ജീവിതത്തിലേക്കുള്ള വരവ് സ്കൂളിൽ നിന്ന് തന്നെയാണ്. ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിന് പങ്കെടുക്കാനായിട്ട് ഞങ്ങളൊരു നാടകം ആരംഭിച്ചു. അപ്പോൾ അന്ന് കുട്ടികളെല്ലാം കൂടെ ചേർന്നാണല്ലോ നാടകം നടത്തുന്നത്, കാരണം മത്സരമാണ്. അതുകൊണ്ട് അപ്പോൾ അതിനകത്ത് ജഡ്ജായിട്ട് വന്നത് സംഗീതജ്ഞനും പ്രഗത്ഭനായ മ്യൂസിക് ഡയറക്ടറുമായ മഹാനായ LPR വർമ്മയായിരുന്നു. അദ്ദേഹം നാടകം കണ്ടു. ഞാൻ അന്ന് ഒരു ബ്രാഹ്മണനായിട്ടാണ് അതിനകത്ത് അഭിനയിച്ചത്. എൻ്റെ അഭിനയം അദ്ദേഹത്തിന് വളരെ തൃപ്തിയാകുകയും എൻ്റെ പേരെന്താണെന്നും എവിടെ വീടെന്നും ഒക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ വീടിൻ്റെ തൊട്ടടുക്കലാണ് എൻ്റെ വീട്. കാരണം അദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്ന നെടുമ്പുറത്ത് കൊട്ടാരത്തിയില്ല. അങ്ങനെ ഞങ്ങൾ പിരിഞ്ഞു. ഒരു മാസം കഴിഞ്ഞപ്പോൾ 2-3 പേര് കലാകാരന്മാർ വന്നു എന്നെ സമീപിച്ചു. ഞാനൊന്ന് SLCക്ക് പഠിക്കുക. അപ്പോൾ ചോദിച്ചു, ചേട്ടാ ഇങ്ങനെ ഞങ്ങളുടെ സമിതിയിലൊരു നാടകത്തിൽ അഭിനയിക്കാൻ വരാമോ? അയ്യോ, ഞാൻ പറഞ്ഞു ഞാൻ പരീക്ഷ എഴുതാനായിട്ട് പോകുക. അപ്പോൾ പറഞ്ഞു അത് കഴിഞ്ഞു മതി, പരീക്ഷ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ റിഹേഴ്സൽ തുടങ്ങുന്നുള്ളൂ, അത് കഴിഞ്ഞ് ചേട്ടന് സഹകരിക്കുന്നതിന് വിരോധമുണ്ടോ? അപ്പോൾ എൻ്റെ ആഗ്രഹം കൊണ്ട് ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും വരാമെന്ന് പറഞ്ഞു. അങ്ങനെ തൊടുപുഴ തിയേറ്റേഴ്സിൻ്റെ പർണശാല എന്ന് പറയുന്ന നാടകത്തിലാണ് ഞാൻ ആദ്യമായിട്ട് പ്രൊഫഷണലായിട്ട് അഭിനയിക്കുന്നത്. അത് കഴിഞ്ഞ് കേരളത്തിലുള്ള നിരവധി തിയേറ്ററുകളിൽ ചെറുതും വലുതും കോമഡിയായിട്ടും ട്രാജഡിയായിട്ടും ഒക്കെ അഭിനയിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. ഞാൻ അതിനുശേഷം കൊട്ടാരക്കര ശ്രീധരൻ നായർ സാറിൻ്റെ സമിതിയിൽ, അതിൻ്റെ പേര് ജയശ്രീ തിയേറ്റേഴ്സ് എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ മൂത്ത മകളുടെ പേരാണ് ജയശ്രീ എന്ന്. അപ്പോൾ ആ സമിതിയിലേക്ക് ഞാൻ പോയി അഭിനയിച്ചു. ആ അഭിനയം 2 വർഷം നീണ്ടു നിന്നു. അങ്ങനെ അദ്ദേഹം നാടകത്തിലില്ലാത്ത ഷൂട്ടിങ്ങുള്ള സമയത്ത് അദ്ദേഹത്തിന് നാടകം കൊടുക്കാൻ ഒക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ എന്നോട് പറഞ്ഞു, ബാ തൃശ്ശൂരാണ് ഷൂട്ടിങ്, നമുക്ക് ചുമ്മാ ഷൂട്ടിങ്ങൊക്കെ ഒന്ന് കാണാം, ബാ എൻ്റെ കൂടെ കറയിൽ ചുമ്മാ ഇരുന്നാൽ മതിയല്ലോ വർത്താനമൊക്കെ പറഞ്ഞ്. ശരിയെന്ന് പറഞ്ഞ് ആ റിഹേഴ്സൽ ആ ഷൂട്ടിങ് കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഞാനും കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ പോയി. ആ സിനിമയുടെ പേര് പണിമുടക്കെന്നായിരുന്നു. മഹാനായ PN മേനോൻ സാറായിരുന്നു അതിൻ്റെ സംവിധായകൻ. അപ്പോൾ ഞങ്ങളവിടെ ഗസ്റ്റ് ഹൗസിലിരുന്ന് വർത്താനം പറഞ്ഞപ്പോൾ കൊട്ടാരക്കര സാറിനെ കാണാനായിട്ട് ഈ PM മേനോൻ സാർ വന്നപ്പോൾ ഞാൻ എണീറ്റ് നിന്ന് വിഷ് ചെയ്തു. അപ്പോൾ ഇതാരാ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇതെൻ്റെ സമിതിയിൽ അഭിനയിക്കുന്ന പുത്തില്ലം ഭാസി എന്ന് പറയും, നല്ല ആർട്ടിസ്റ്റാണെന്ന് പറയും. അപ്പോൾ എന്നോട് അദ്ദേഹം ചോദിച്ചു, ചെറിയൊരു വേഷം ചെയ്യാമോ? അയ്യോ, ഞാൻ സാറേ എനിക്ക് ക്യാമറയൊന്നുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, ഞാൻ നാടകത്തിൽ ധാരാളം അഭിനയിച്ചിട്ടുണ്ട്, അഭിനയിക്കുകയും ചെയ്യും, എല്ലാ വേഷങ്ങളും അഭിനയിക്കും എന്ന് പറഞ്ഞു. അത് സാരമില്ല, ഞാനല്ലേ ഉള്ളത് കൂടെ, ഡയലോഗൊക്കെ പറയൂ. ഞാൻ അത് പറയും, അതിനൊന്നും കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ കൊട്ടാരക്കര ചേർന്നാൽ അദ്ദേഹം 40 ചെല്ലുവാനും ഓട്ട് ഫാക്ടറിയുടെ ഓണറായിരുന്നു. കഷ്ടപ്പെട്ട് തൊഴിലാളിയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു മഹാനായ ഒരു മുതലാളിയാണ് കൊട്ടാരക്കര ചേർന്നാൽ അതിനകത്ത് അഭിനയിച്ചത്. അപ്പം അദ്ദേഹത്തിൻ്റെ മാനേജരായിട്ട് 3-4 സീൻ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി.
അങ്ങനെയാണ് എൻ്റെ സിനിമാ പ്രവേശനം. തിരുവല്ലയിൽ വന്നപ്പോൾ ഞങ്ങളുടെ കൂടെ അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരു ആർട്ടിസ്റ്റ് ദുബൈക്കൊന്ന് പോയി. അദ്ദേഹത്തിൻ്റെ ഫാദറും മദറും ദുബൈയിലായിരുന്നു. അത് കാരണം ഈ മകനെ കൂടെ അങ്ങ് കൊണ്ടുപോയി. അപ്പോൾ ആർട്ടിസ്റ്റ് ഇല്ലാതെ വന്നു. അപ്പോഴാണ് എൻ്റെ ബ്രദറായ കരളൻ എന്ന് പറയുന്ന അദ്ദേഹം വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അദ്ദേഹം ഈ MG സോമൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൊച്ചിലെ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എയർഫോഴ്സിൽ നിന്ന് വന്ന് നിന്നപ്പോൾ ഇവർ തമ്മിൽ കണ്ടുമുട്ടി. അപ്പോൾ ചോദിച്ചു, എന്തുവാണ് അതിൻ്റെ പ്ലാൻ ഇനി? എന്നെ പറഞ്ഞു, ചേട്ടാ എവിടെയെങ്കിലും ഒരു നാടക സമിതി കയറിയാൽ കൊള്ളാം. അപ്പോൾ പറഞ്ഞു, എൻ്റെ അനിയൻ ഇങ്ങനെ കൊട്ടാരക്കരയുടെ കൂടെ, ഞാൻ അവനോടൊന്ന് പറയാം. അങ്ങനെ എന്നോട് വന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ആളിനെ ആവശ്യമൊന്നുമില്ല, നാടകം ഓടിക്കൊണ്ടിരിക്കില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ഒരു ആർട്ടിസ്റ്റ് ദുബൈക്ക് പോയത്. ഞാൻ പറഞ്ഞു, അപ്പോൾ അത് ടെൻഷനായി എല്ലാവർക്കും, നാടകം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ സോമൻ എന്ന് പറഞ്ഞ ഒരാളിനെ എനിക്കറിയാം, ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ നമുക്ക് കൊള്ളാമെങ്കിലും എടുക്കാം. എയർഫോഴ്സിൽ നിന്ന് പുള്ളി വന്ന് നിൽക്കുക, എയർഫോഴ്സിലൊക്കെ ധാരാളം നാടകങ്ങളൊക്കെ കളിച്ചിട്ടുള്ള ആളാണ്. ശരി, എന്നാൽ ഭാസി പോയി വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാനങ്ങനെ തിരുവല്ലായി വന്ന് സൈക്കിളെടുത്ത്, എൻ്റെ വീട്ടിൽ നിന്ന് സൈക്കിളെടുത്ത് MG സോമൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം കണ്ടത്തിൽ കൃഷിയിൽ വ്യാപൃതനായിട്ടിരിക്കുകയാണ്. ഞാൻ കണ്ടത്തിൽ ചെന്ന് അദ്ദേഹത്തിലെ കണ്ടു. അപ്പോൾ അവിടെ നേരെ അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ അമ്പലത്തിനടുക്ക് എന്ന് വരിക. ഞാൻ പറഞ്ഞു, കരണം ചേട്ടൻ. അയ്യോ, കരണം ചേട്ടനെ ഞാൻ കഴിഞ്ഞ ആഴ്ച കണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞ്, എൻ്റെ അനിയൻ ഇങ്ങനെ കൊട്ടാരക്കരയുടെ കൂടെ ആക്കരുത്. പിന്നെ എന്താ വിശേഷിച്ച്? ഞാൻ പറഞ്ഞു, നമുക്കൊന്ന് സംസാരിക്കണം. ശരിയായിട്ട് നമുക്ക് വീട്ടിലോട്ട് പോകാമെന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വരികയും സംസാരിക്കുകയും അന്ന് തന്നെ MG സോമനെ കൂട്ടി ഞാൻ കൊട്ടാരക്കരയ്ക്ക് പോവുകയും ചെയ്തു. അവിടെ ചെന്ന് കഴിഞ്ഞോണ്ടേ ചേട്ടൻ ഒരുമാതിരി തൃപ്തിയായി. പിന്നെ ഡയലോഗൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് എല്ലാം റെഡിയായപ്പം എന്നോട് പറഞ്ഞു, ഭാസി സൂപ്പറാണ് ആള് എന്ന് പറഞ്ഞു. അങ്ങനെ 3-ാം ദിവസം സോമൻ ഉൾപ്പെടെ ഞങ്ങൾ നാടകം കളിക്കുകയാണ്. 2 വർഷം ആ സമിതിയിൽ സോമനുണ്ടായിരുന്നു. അതിനുശേഷം തിരുവനന്തപുരത്ത് VJT ഹാളിൽ നാടകം കളിക്കുമ്പോഴാണ് മലയാറ്റൂർ രാമകൃഷ്ണൻ സാറിൻ്റെ വൈഫ് ഈ നാടകം സോമൻ അഭിനയിച്ച് ഈ നാടകം കാണാൻ ഇടവന്നു. സോഷ്യൽ മീഡിയ അവിടുത്തെ തിരുവനന്തപുരത്ത്. അപ്പോൾ മലയാറ്റൂർ രാമകൃഷ്ണൻ സാറ് അന്ന് റവന്യൂ ബോർഡ് 1-ാം മെമ്പറാണ്. അദ്ദേഹം ഗായത്രി എന്ന് പറയുന്ന സിനിമയുടെ കഥയും സംഭാഷണവും എഴുതിയ അദ്ദേഹം ഒരു 3-ാം തലമുറ ബ്രാഹ്മണ കഥയാണ്. അതിൽ 3-ാം തലമുറയായിട്ടൊരു പയ്യനെ വേണം, അതിനൊരാളിനെ തപ്പിക്കൊണ്ടിരിക്കുക. അത് PN മേനോൻ തന്നെയാണ് സംവിധാനം. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ സോമനെ കാണാൻ ഈ ഇദ്ദേഹത്തിൻ്റെ വൈഫ് കാണാൻ ഇടവന്നു. അപ്പോൾ ഉടനെ തന്നെ അവർ നാടകം കഴിഞ്ഞപ്പോൾ സംസാരിക്കുകയും അവിടെ ചെന്ന് മലയാറ്റൂർ രാമകൃഷ്ണൻ സാറിനോട് പറഞ്ഞ് അദ്ദേഹം ഞങ്ങളെ വിളിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ സോമനും കൂടെ മലയാറ്റൂർ രാമകൃഷ്ണൻ സാറിൻ്റെ അടുത്ത് ചെന്ന് സംസാരിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് സോമനെ ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഗായത്രി എന്ന് പറയുന്ന സിനിമയിൽ 2 വർഷം നാടകത്തിന് വന്ന് 73-ൽ സോമൻ സിനിമയെ അഭിനയിക്കുന്നു. 76 തൊട്ട് അദ്ദേഹത്തിന് നോ ബ്രദേഴ്സ് നോ സിസ്റ്റേഴ്സാണ്. അപ്പോൾ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് എന്നോട് പറഞ്ഞു, വസി ഏതായാലും നാടകത്തിന് പോയതൊക്കെ കിട്ടും, തനിക്ക് കാര്യങ്ങൾ വന്നാൽ പോരായോ, അങ്ങനെ നമുക്ക് ഒരുമിച്ച് അങ്ങ് കൂടാം. അങ്ങനെ സോമൻ്റെ കൂടെ 15 വർഷത്തോളം ഞാൻ ഡേ ആൻഡ് നൈറ്റ് ഉണ്ടായിരുന്നു. അന്ന് ഞാൻ അഭിനയിച്ച സിനിമകളാണ് തീരങ്ങൾ, തണല്, മണ്ണ്, വെല്ലുവിളി, പണിമുടക്ക്, നക്ഷത്രങ്ങളെ കാവൽ, രാഗന്നാനം പല്ലവി, താവളം, തുറന്നയില്, ലോറി, എട്ടുപാറു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഷീലാമ്മയുടെ പടമാണ്. അതിഗംഭീരമായ പടമായിരുന്നു. സിനിമയിൽ അഭിനയിക്കുന്നില്ല എങ്കിലും കോളിളക്കം എന്ന് പറഞ്ഞ പടത്തിൽ മതിച്ചേട്ടൻ ഹോട്ടലിൽ നിന്ന് ഷൂട്ടിങ്ങിന് പോകുമ്പോൾ വന്ന പ്രൊഡക്ഷൻ കൺട്രോളോട് ചോദിച്ചു, ഇവിടുന്ന് എത്ര മൈലുണ്ട്? മദ്രാസിലാണ് സംഭവം. അദ്ദേഹത്തിൻ്റെ മുറിയിൽ നിന്ന്, ഞങ്ങളുടെ മുറിയിലായിരുന്നു അദ്ദേഹം അന്ന് തലേന്ന് താമസം. സോമനുമായിട്ട് അത്ര വലിയ ബന്ധമായിരുന്നു മതിച്ചേട്ടനുള്ളത്. അപ്പോൾ അന്ന് ഞങ്ങളുടെ റൂമിലാണ് കിടന്നത്. അപ്പോൾ രാവിലെ ഷൂട്ടിങ്ങിന് റെഡിയായപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളോട് ചോദിച്ചു, എത്ര ദൂരമുണ്ട് ഇവിടുന്ന്? ഉടനെ പറഞ്ഞു, സാറേ 23 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. 23 കിലോമീറ്റർ, ഞാൻ വരുന്നില്ലെന്നും പറഞ്ഞ് ഇദ്ദേഹം കയറാൻ തുടങ്ങിയ ഡോറങ്ങ് അടച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ ചേട്ടാ ഷൂട്ടിങ് അല്ലയോ, പോകാതിരുന്നാലും ഒക്കുമോ? അതാ ഒരു കാര്യം ചെയ്യും, ഫാസിയോടെ വാ, വർത്താനം പറഞ്ഞ് നമുക്ക് പോവാം. ഞാൻ പറഞ്ഞു, എനിക്ക് അവിടെ പോകണം ഇവിടെ പോകണം എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം സമ്മതിച്ചില്ല. അങ്ങനെ മതിച്ചേട്ടൻ എന്നെ കൂടെ കാറെ കയറ്റി ഞങ്ങൾ ഈ ഷോലാവാരം എന്ന് പറയുന്ന എയർപോർട്ടിലാണ് ഈ ഷൂട്ടിങ് നടക്കുന്നത്. അത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഈ യുദ്ധസമയത്ത് പ്ലെയിൻ ഇറക്കാനും ഹെലികോപ്റ്റർ ഇറക്കാനും പ്ലെയിൻ കയറാനും ആയുധങ്ങൾ കൊണ്ടുപോകാനും പട്ടാളക്കാരെ ഇറക്കാനും ഒക്കെയുള്ള എയർപോർട്ടാണ്. അവിടെ മറ്റ് പ്ലെയിനുകളോ ഒന്നും താഴത്തില്ല.
അപ്പോൾ കേന്ദ്രത്തിൻ്റെ അനുമതിയോടുകൂടി അവിടെ വെച്ചാണ് ഈ കോളിളക്കത്തിൻ്റെ ലാസ്റ്റ് ക്ലൈമാക്സ് എടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഞങ്ങളൊരു 11:30 ആയപ്പോൾ പുള്ളിക്കില്ലേ ബൈച്ചേട്ടനെ ലാസ്റ്റിലെ സീനിൽ പുള്ളി ഫാദറായിട്ടാണ്, ഇവരുടെയൊക്കെ ഫാദറായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പോൾ അത് കാരണം ലാസ്റ്റിൽ ചെന്നാൽ മതിയായിരുന്നു. ഞങ്ങൾ ഏകദേശം 11:30 മണി 12 മണിയായപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ സോമന് അവിടെ അവിടെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് കിടന്ന് ഉറങ്ങുക. പിന്നെ ബൈച്ചേട്ടൻ പറഞ്ഞത് ഒരാളിനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ട ആഹാ അസുപിള്ള എന്നാ പതിവില്ലാതെ. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നെ ചേട്ടൻ എന്നെ വിളിച്ചോണ്ട് വന്നതാണ്, ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞതാണ്, സമ്മതിക്കത്തില്ല, ഞാൻ സോമനോട് പറഞ്ഞോളാമെന്നും പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് വന്നാ. ശരിയെന്ന് പറഞ്ഞു. മതിച്ചേട്ടൻ മേക്കപ്പ് ഇട്ടിരുന്നു. ഞാൻ ചുമ്മാ ഈ ഷൂട്ടിങ് കാണാൻ വെളിയിലിറങ്ങി. അപ്പോൾ ഹെലികോപ്റ്ററിൽ പിന്നെ ബാലങ്കേതായാലും പിന്നെ ജയിലാണ് ഈ ഹെലികോപ്റ്ററിൽ ഞാൻ കിടക്കുന്നത്. ആ സീനാണ് കാണുന്നത്. അങ്ങനെ ഹെലികോപ്റ്റർ വന്ന് പതുക്കെ താഴുകയും ജയനും ഇറങ്ങി ബാലങ്കനായരും ഇറങ്ങി പിന്നെ സുകുമാരനും എല്ലാവരും കൂടെ. അപ്പം സുന്ദരസ്വാമിയാണ് അതിൻ്റെ സംവിധായകൻ. അദ്ദേഹം ലോങ് പിസിലടിച്ചു. അന്ന് വൃശ്ചികം 1-ാം തീയതി. എല്ലാവരും സ്വാമിമാരാണ്. ലോങ് പിസിലടിച്ചതെന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കാനുള്ള സമയമായി, 1 മണിയായി. അപ്പോൾ ജയൻ ചെന്ന് ഈ സുന്ദരസ്വാമി എടുക്കൽ ഏതോ പുറുപുറുക്കുന്നു. അപ്പം എനിക്കിങ്ങനെ ദൂരെ നിന്ന് കാണാം. അപ്പോൾ ഞാനും ഒരു മേക്കപ്പ് അസിസ്റ്റൻറ്റിൻ്റെ കൂടെ വർത്താനം പറഞ്ഞു. ഞാൻ പറഞ്ഞാണ്ട് പിസിലടിച്ചിട്ടും അവർ തമ്മിൽ ഏറിലൊക്കെ പറയുന്നു. എല്ലാവരും ഇച്ചിരി കഴിഞ്ഞ് ഈ സമ്പത്തെന്നായിരുന്നു പൈലറ്റിൻ്റെ പേര്. ഈ സമ്പത്തിനെ ആൾ വിട്ടു വിളിപ്പിച്ചിട്ട് ഈ ഹെലികോപ്റ്റർ ആദ്യം എടുത്തു കഴിഞ്ഞ് സുകുമാരനെ വിളിച്ചുകൊണ്ട് വന്ന് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത്, ബുള്ളറ്റായിരുന്നു, അത് സ്റ്റാർട്ട് ചെയ്ത് സുകുമാരൻ പോവുകയും ജയൻ അതേ കയറി നിന്ന് ഈ ഹെലികോപ്റ്ററെ വീണ്ടും ചാടി ആക്ഷൻ കാണിച്ചാൽ മതിയായിരുന്നു. പക്ഷെങ്കിൽ ഈ ജയൻ അതേ ചാടി പിടിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഹെലികോപ്റ്റർ ഇവരെ കൊണ്ടങ്ങ് പോവുകയാണ്. ബാലങ്കനാര് ഹാൻഡിലെ പിടിച്ചുകൊണ്ട് എഡിറ്റ് നിന്ന് ഇങ്ങനെ ആക്ഷൻ കാണിച്ചു. വില്ലനാണ് ബാലങ്കനാര്, ചവിട്ടുന്ന ആക്ഷൻ കാണിച്ചു. അപ്പോഴത്തേക്ക് ഇത് വെട്ടിപ്പോയി ഹെലികോപ്റ്റർ. അങ്ങനെ വന്ന് ലാസ്റ്റിൽ ഇത് എങ്ങനെയും ഇറക്കണമെന്ന് സമ്പത്തിന് തോന്നിയപ്പോൾ കൊണ്ടുവരികയും റൺവേയിൽ കാലടിച്ച് ജയൻ തലയടിച്ച് പുറമോട്ട് വീഴുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഹെലികോപ്റ്റർ വന്ന് നിലത്ത് കുത്തി ഇടിച്ച് തകർന്നു പോയി. ബാലങ്കനാരി ഇടിയുടെ അഘാതത്തിൽ തെറിച്ചു പോയി. സമ്പത്ത് അതിന് മുമ്പേ ചാടി. അപ്പോഴത്തേക്ക് ജയനെ വലിച്ചു മാറ്റി, ബാലങ്കനാരെ വലിച്ചു മാറ്റി, എല്ലാവരെയും കയറ്റി ജയനെ അന്ന് എം.എൻ. നമ്പ്യാരും അഭിനയിക്കുന്നുണ്ട് ആ സിനിമയിൽ. നമ്പ്യാർ സ്വാമിയുടെ വണ്ടിയല്ല ജയനെ കൊണ്ടുപോകുന്നത്. കാരണം ഷൂട്ടിംഗ് സമയത്താകുമ്പോൾ ഇവർ ഈ വണ്ടി കൊണ്ടുപോകത്തില്ല, പ്രൊഡക്ഷൻ്റെ വണ്ടി വന്ന് ഇവരെ കൊണ്ടുപോകും. അപ്പം നമ്പ്യാർ സ്വാമി അദ്ദേഹത്തിൻ്റെ സ്വന്തം വണ്ടിയിലേ വരത്തുള്ളൂ, വേറെ ആരുടെയും വണ്ടിയെ കയറത്തില്ല. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ വണ്ടിയിലാണ് ജയനെ വലിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടെ അവിടുത്തെ സെൻട്രൽ വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പം ഒരു അനക്കം മാത്രമേ ഉള്ളൂ, ഒരു കൂർക്കം മാത്രം. കൈ ഇങ്ങനെ മടക്കി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഡ്രസ്സെല്ലാം മാറി വെറും ജയനെ നന്ദി കിടത്തി ഡോക്ടർമാരെല്ലാം പരിശോധിച്ച് കഴിഞ്ഞാൽ അപ്പോൾ കണ്ണങ്ങ് പ്രൊജക്റ്റ് ചെയ്ത് അടച്ചേച്ച് കണ്ണങ്ങ് തള്ളി നീലിച്ച് ഒരു കറുത്ത രീതിയായിപ്പോൾ കണ്ടിങ്ങനെ അടഞ്ഞിരിക്കുക. ഈ ശബ്ദം മാത്രമേ ഉള്ളായിരുന്നു. 3 മണിയായപ്പോൾ ജയൻ മരിച്ചു. ആദ്യം വരുന്നത് അന്നത്തെ പ്രഗത്ഭ നായികയാണ് അംബികയും അവരുടെ അമ്മയും കൂടാണ് വരുന്നത്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ചോദിച്ചു, ഞാൻ വിഷമിച്ചെന്ന് എങ്ങനെയുണ്ട് വരുമല്ലോ പറഞ്ഞു. ഓയ്യോ എന്നും പറഞ്ഞു അംബികയും തള്ളയും കൂടെ തന്നെത്താൻ ടീം ബഹളം. അപ്പോഴത്തേക്ക് സെക്യൂരിറ്റി എന്ന് പറഞ്ഞു, ഇതെല്ലാം ഹെഡ് സർജറി അതിനകത്ത് കിടക്കുന്നത്, അവിടെ സൗണ്ടൊന്നും കേൾക്കാൻ പാടില്ല, വെളിയിൽ ഇറങ്ങി മാറിയിരിക്കാൻ പറഞ്ഞു. ഇവിടെയും പിന്നെ ഡെഡ് ബോഡി ഇതിൽ പ്രത്യേക ഹോളുണ്ട്, അവിടോട്ട് മാറ്റി. അങ്ങനെയാണ് പിന്നെ എല്ലാവരും ജയനെ കാണുന്നത്. സമുദ്രം അവിടെ നിളയും ഇല്ല, എല്ലാവരും കൂടെ ചേർന്ന് സ്പെഷ്യൽ പ്ലെയിൻ സ്റ്റാർട്ട് ചെയ്ത് ഇവരെയെല്ലാം കൂടെ തിരുവനന്തപുരത്തിൽ വിട്ട് അവിടെ അങ്ങനെയാണ് ജയൻ്റെ മരണം നടക്കുന്ന സംഭവം. മമ്മൂട്ടി സാർ വന്നു. അപ്പം അന്ന് ഇദ്ദേഹത്തിനെ ആരും അറിയില്ല, ഒന്നും അറിയാൻ വയ്യാതെ ദൂഷിക്കപ്പെട്ട തടവുകാരനായിട്ടാണ് പൃഥ്വിരാജ് അഭിനയിച്ചത്. എന്നാണ് നടികർ നിറയില്ല, ഇതൊക്കെ സീറ്റില്ലേ. യോഗമാ ആദ്യം വേണ്ടിയത്, ബാക്കി പിന്നെ പ്രയത്നിച്ചാലും യോഗമില്ലാത്ത എത്രയോ എണ്ണം നടക്കുന്നു. ഇന്ന് മമ്മൂട്ടിക്ക് ഒരു കമ്പനി അയക്കും. അതിനു മുമ്പുള്ള സകല ജോലികളും ചെയ്തുകൊണ്ടിരുന്ന മഹാനായ തിലകൻ.
കാരണം തിലകൻ്റെ ഒരു ചലനം പോലും കാണിക്കാൻ അന്ന് നാടകവേദിയിലായിരിക്കും. പുതിയ ആ കാലഘട്ടത്തിൽ സിനിമയുടെ ഒരു മാറ്റം. കാലങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതകഥ എഴുതി.